എഴുന്നേറ്റ് കുശവന്റെ ഭവനത്തിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്റെ മേലിൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായി പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. ഒന്ന്, കുശവൻ കളിമണ്ണിനെ വഴിയിറമ്പിൽ നിന്നോ വയലിൽ നിന്നോ എടുത്തിട്ടുണ്ടെങ്കിൽ കുശവന് ഈ കളിമണ്ണിനെ കുറിച്ച് ഒരു വലിയ പദ്ധതി ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്ലാൻ ഉണ്ട്. അപ്പോ ഒരു കാര്യം ഉറപ്പിച്ചോണം, ദൈവം കളിമണ്ണിനെ കയ്യിലെടുക്കുന്നെങ്കിൽ, നിങ്ങളെയും എന്നെയും കയ്യിലെടുത്തിട്ടുണ്ടെങ്കിൽ, അത് കയ്യിലോട്ട് എടുത്തപ്പോ തന്നെ കുശവൻ ഈ കളിമണ്ണിനെ ഒന്ന് പിടിച്ച് കുഴച്ചൊന്ന് ഉരുട്ടി അങ്ങോട്ട് കൊണ്ടുവച്ചപ്പോ തന്നെ കുശവന്റെ മനസ്സിൽ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. ചുമ്മാ കുറച്ച് മണ്ണവിടെ കിടന്നപ്പോ ഞാൻ വെറുതെ എടുത്തോണ്ട് വന്നതാ, നാളെ ഞാൻ കളഞ്ഞേക്കാം, അതിനല്ല എടുത്തത്. പ്ലാൻ ഉണ്ടെങ്കിൽ കുശവൻ ഇതിനൊരു പർപ്പസ്, പറഞ്ഞ ഒരു പദ്ധതിയുണ്ട്, ഒരു ഉദ്ദേശം. ഈ 4-ാമത്തെ വാക്യത്തിൽ കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം. അപ്പം യിരെമ്യാവ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, ശ്രദ്ധയോടെ നോക്കി നിൽക്കുകയാണ്. പ്രവാചകൻ അത് നോക്കി നിൽക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത്, പ്രതീക്ഷിക്കാത്ത നേരത്ത്, ചിന്തിക്കാത്ത ടൈമിൽ പെട്ടെന്ന് പൊടുന്നനവേ ഈ കയ്യിലിരുന്ന പാത്രം അങ്ങ് ചീത്തയായി പോയി. എന്ന് പറഞ്ഞാൽ അതങ്ങ് സ്ലിപ്പായിപ്പോയി, ഉടഞ്ഞ് തകർന്നു പോയി. നമ്മളെല്ലാരും എന്നാ കരുതും? അയ്യോ, ഹല്ലേലൂയ, അയ്യോ ചീത്തയായി പോയി, തകർന്നു പോയി. കുശവൻ ഉണ്ടാക്കി വെക്കുന്ന പാത്രങ്ങൾക്കെല്ലാം ഒരു ഷേപ്പുണ്ട്. പക്ഷെ ചീത്തയായി എന്ന് പറഞ്ഞ ഈ പാത്രം മാത്രമാണ് വേറെ ഒരു പാത്രങ്ങൾക്കും ഇല്ലാത്ത മറ്റൊരു പാത്രമായി മാറി. ഒന്ന് കണ്ണെ നോക്കി പ്രവചനം പോലെ പറഞ്ഞ്, നിന്നെ മറ്റൊരു പാത്രമാക്കി മാറ്റും, നിന്നെ മറ്റൊരു പാത്രമാക്കി മാറ്റും. നിന്റെ കുടുംബത്തിൽ ആർക്കും ആ ഷേപ്പ് കാണുകയില്ല. നിന്റെ ശുശ്രൂഷ ഡിഫറന്റ് ആയിരിക്കും, വാക്കുകൾ ഡിഫറന്റ് ആയിരിക്കും, ആറ്റിറ്റ്യൂഡുകൾ ഡിഫറന്റ് ആയിരിക്കും, നിന്റെ സഭ ഡിഫറന്റ് ആയിരിക്കും, നിന്റെ പ്രവർത്തികൾ ഡിഫറന്റ് ആയിരിക്കും. ഉടഞ്ഞ പാത്രത്തിന് മാത്രമുള്ള പ്രത്യേകതയാണത്, ഉടഞ്ഞ പാത്രത്തിന് മാത്രമുള്ള പ്രത്യേകതയാണത്. വേറെ ഒരു പാത്രത്തിനും ആ പ്രത്യേകതയില്ല. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ്.